കേട്ടോ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അല്ല, പ്രൊഡ്യൂസർ വേണ്ടേ? സംസാരിച്ചാണ്ടിരിക്കുകയാണ്. അതെ, നെഗോസിയേഷൻ തുടങ്ങി. പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ചേഞ്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ സാർ. ഈ പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ്, വലിയ രംഗത്തൊക്കെ അത് പറയുന്നുണ്ട് സാർ. ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലിസ്റ്റ് എടുത്തു, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു. അതും കഴിഞ്ഞിട്ടാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്ക്രീൻ എന്ന് ഞാൻ ഇന്ത്യൻ ടൂറിന് വേണ്ടി പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദി അതർ സൈഡ് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ്. എങ്ങനെയാണ് സാർ ഇത്രയും എനർജറ്റിക്കും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമ ഇത്രത്തോളം വിഷ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കൽ ഇവിടെ വന്നവർ ആ പ്ലാസ് വാങ്ങിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഇതാണ് എൻ്റെ എനർജി. ശമ്പളം അതൊക്കെ ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണം. ഇതിന് ആരും എന്നോട് ടാക്സ് ചോദിക്കാൻ പറ്റില്ല. So that is where my energy comes from. Your enthusiasm to watch me on screen makes me go on screen. Thank you. We were very grateful. After 28 years, he had retired, but without any sort of big effort, or he helped other young makeup men come up with newer techniques, there were a lot of problems because some of the chemicals didn't agree with me. We had to stop shooting. So they changed. It is like a laboratory science. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട്, പക്ഷേ it is rocket science. And so many people worked, so many chemists worked to make it possible that I could continue working without problem and continue working in other films also after that. So avarake and the stunt, the dialogue, everything has changed over time, and we have tried to catch up, but we know that you will be kind to an old man like Senapati. So we've tried our best. The old man has tried his best.